നമസ്കാരം, വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഇൻഷുറൻസ് വിപണിയിലെ ഭീമനായ LIC തങ്ങളുടെ ഓഹരി ഉടമകൾക്ക് 1:1 എന്ന അനുപാതത്തിൽ ബോണസ് ഓഹരികൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യമായാണ് LIC ബോണസ് ഓഹരികൾ പ്രഖ്യാപിക്കുന്നത്. ബോണസ് ഇഷ്യൂ പ്രകാരം നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് കൈവശമുള്ള ഓരോ ഓഹരിക്കും അധികമായി ഒരു ഓഹരി വീതം തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാളുടെ പക്കൽ LICയുടെ 50 ഓഹരികളാണ് ഉള്ളതെങ്കിൽ ബോണസ് ഇഷ്യൂവിന് ശേഷം ആകെ ഓഹരികളുടെ എണ്ണം 100 വർദ്ധിക്കും. ഇത്തരത്തിൽ പുതിയതായി ലഭിക്കുന്ന ബോണസ് ഓഹരികൾക്കും നിലവിലുള്ള ഓഹരികളെ പോലെ തന്നെ 10 രൂപയായിരിക്കും ഫേസ് വാല്യൂ. നിക്ഷേപകരുടെ പക്കലുള്ള ഓഹരികളുടെ എണ്ണം ഇരട്ടിയാകുമെങ്കിലും വിപണി വിലയിൽ ആനുപാതികമായ മാറ്റം ഉണ്ടാകുന്നതുകൊണ്ട് നിക്ഷേപകത്തിന്റെ ആകെ മൂല്യം തുടക്കത്തിൽ മാറ്റമില്ലാതെ തുടരുന്നു. ബോണസ് ഇഷ്യൂവിലൂടെ LICയുടെ പണമടിച്ച മൂലധനം 6324 കോടിയിൽ നിന്ന് 12649 കോടിയായി വർദ്ധിക്കും. ഇതിന്റെ ഫലമായി വിപണിയിലുള്ള ആകെ ഓഹരികളുടെ എണ്ണം ഇരട്ടിയായി ഏകദേശം 1265 കോടിയായി ഉയരും. കമ്പനിയുടെ പക്കലുള്ള റിസർവ്സ് ഓഹരി മൂലധനമാക്കി മാറ്റിയാണ് ഈ ബോണസ് ഓഹരികൾ നൽകുന്നത്. ഇത് നിക്ഷേപകർക്ക് പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക ലാഭം അല്ലെങ്കിലും ഓഹരികളുടെ എണ്ണം കൂടുന്നത് ഭാവിയിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുമ്പോൾ നിക്ഷേപകർക്ക് കൂടുതൽ ഗുണകരമാകും. സാധാരണയായി ബോണസ് ഓഹരികൾ നൽകുന്നതോടെ ഓഹരികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വിപണി വിലയിൽ ആനുപാതികമായ കുറവുണ്ടാകാറുണ്ട്. 2025 ഡിസംബർ വരെയുള്ള LICയുടെ കരുതൽ ധനത്തിൽ നിന്നും 6325 കോടി രൂപ മൂലധനത്തിലേക്ക് വകയിരുത്തിക്കൊണ്ടാണ് ഈ ബോണസ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ബോർഡ് അനുമതി ലഭിച്ച് 2 മാസത്തിനുള്ളിൽ, അതായത് ജൂൺ 12 മുൻപായി ബോണസ് ഓഹരികളുടെ വിതരണം പൂർത്തിയാക്കും. 2022 മെയ് മാസത്തിൽ ഓഹരി വിപണിയിൽ എത്തിയതിനു ശേഷമുള്ള കമ്പനിയുടെ ആദ്യ ബോണസ് പ്രഖ്യാപനമാണിത്. ഇതിനോടകം 5 തവണ കമ്പനി ഇടക്കാല ഡിവിഡൻഡുകൾ നൽകിയിട്ടുണ്ട്. ബോണസ് ഇഷ്യൂവിന് അംഗീകാരം നൽകിയെങ്കിലും റെക്കോർഡ് തീയതി കമ്പനി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ബോർഡ് അനുമതി ലഭിച്ച തീയതി മുതൽക്ക് 2 മാസത്തിനുള്ളിൽ ബോണസ് ഓഹരികളുടെ വിതരണം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓഹരി ഉടമകളുടെ അംഗീകാരം ലഭിച്ച ശേഷമായിരിക്കും കൃത്യമായ റെക്കോർഡ് തീയതി കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ അറിയിക്കുക. ബോണസ് ഓഹരികൾക്ക് അർഹരായ നിക്ഷേപകരെ കണ്ടെത്തുന്നതിനായി കമ്പനി നിശ്ചയിക്കുന്ന നിശ്ചിത ദിവസമാണ് റെക്കോർഡ് തീയതി. ഈ ദിവസം നിക്ഷേപകന്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഓഹരികൾ ഉണ്ടായിരുന്നാൽ മാത്രമേ ബോണസ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. റെക്കോർഡ് തീയതി സംബന്ധിച്ച വിവരം പ്രഖ്യാപിച്ചാലുടൻ LICയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും എക്സ്ചേഞ്ചുകളിലും ലഭ്യമാകുന്നതാണ്. നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് കമ്പനി അധിക ചിലവില്ലാതെ നൽകുന്ന സൗജന്യ ഓഹരികളെയാണ് ബോണസ് ഓഹരികൾ എന്ന് വിളിക്കുന്നത്. കമ്പനിയുടെ പക്കലുള്ള ലാഭവിഹിതം പണമായി നൽകുന്നതിന് പകരം പുതിയ ഓഹരികളാക്കി മാറ്റി നൽകുന്ന ഈ രീതിയെ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ് എന്നും പറയാറുണ്ട്. ഉദാഹരണത്തിന്, 1:1 ബോണസ് എന്നാൽ നിങ്ങളുടെ കൈവശമുള്ള ഓരോ ഓഹരിക്കും ഒരു അധിക ഓഹരി കൂടി ലഭിക്കുമെന്നാണ് അർത്ഥം. പ്രധാനമായും 4 കാരണങ്ങൾ മുൻനിർത്തിയാണ് കമ്പനികൾ ബോണസ് ഇഷ്യൂ നൽകാറുള്ളത്. ഓഹരി വില അമിതമായി ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ബോണസ് നൽകുന്നതിലൂടെ വില കുറയ്ക്കാനും അതുവഴി ചെറുകിട നിക്ഷേപകർക്ക് ഓഹരികൾ വാങ്ങുന്നത് എളുപ്പമാക്കിക്കൊണ്ട് വിപണിയിലെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. കമ്പനി സാമ്പത്തികമായ മികച്ച നിലയിലാണെന്നും ഭാവിയിൽ കൂടുതൽ വളർച്ച ഉണ്ടാകുമെന്നും നിക്ഷേപകർക്ക് ബോധ്യപ്പെടാൻ ഇത്തരം പ്രഖ്യാപനങ്ങൾ സഹായിക്കാറുണ്ട്. കൂടാതെ ലാഭത്തിന്റെ ഒരു വിഹിതം ഓഹരികളായി നൽകുന്നതിലൂടെ നിക്ഷേപകർക്ക് അർഹമായ പാരിതോഷികം ഉറപ്പാക്കാനും കമ്പനിക്ക് കഴിയുന്നു. ഓഹരികളുടെ എണ്ണം വർദ്ധിക്കുന്നത് വഴി ഭാവിയിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുമ്പോൾ നിക്ഷേപകർക്ക് ഉയർന്ന തുക ലാഭവിഹിതമായി ലഭിക്കാനും ഇത് ഇടയാക്കുന്നു. ആകെ മൂല്യത്തിൽ പെട്ടെന്ന് വർധന ഉണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഓഹരികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വിപണി വിലയിൽ കുറവുണ്ടാകുമെങ്കിലും ദീർഘകാല നിക്ഷേപകർക്ക് ഇത് വലിയ സാമ്പത്തിക നേട്ടമാണ് നൽകുന്നത്. വിപണിയിലെ പൊതുവായ തളർച്ചയെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി LIC ഓഹരികൾ സമ്മർദ്ദത്തിലാണ്. ഈ വർഷം ഇതുവരെ ഓഹരി വിലയിൽ ഏകദേശം 5% ഇടിവുണ്ടായിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്താൽ വിലയിൽ 3% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക പ്രകടനം വിലയിരുത്തിയാൽ ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ LICയുടെ നെറ്റ് പ്രോഫിറ്റ് 17% വർദ്ധിച്ച് 12,930 കോടി രൂപ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻ വർഷം ഇതേ കാലയളവിൽ ഇത് 11,008 കോടി രൂപയായിരുന്നു. മൂന്നാം പാദത്തിലെ അറ്റ പ്രീമിയം വരുമാനം മുൻ വർഷത്തെ 1.07 ലക്ഷം കോടിയിൽ നിന്ന് 17% വർധനവോടെ 1.26 ലക്ഷം കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ജനുവരി മാർച്ച് പാദത്തിലെ സാമ്പത്തിക ഫലങ്ങൾ പ്രഖ്യാപിക്കുന്ന തീയതി കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടില്ല. ബോണസ് ഓഹരികളിൽ പങ്കുചേരുന്നതിനായി നിക്ഷേപകർ പ്രത്യേകം അപേക്ഷകൾ നൽകേണ്ടതില്ല. പകരം റെക്കോർഡ് തീയതിയിൽ കമ്പനിയുടെ ഓഹരി ഉടമയായിരുന്നാൽ മാത്രം മതിയാകും. റെക്കോർഡ് തീയതിക്ക് 1-2 ദിവസം മുൻപെങ്കിലും ഓഹരികൾ വാങ്ങി ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ അർഹരായ നിക്ഷേപകനാണെങ്കിൽ ബോണസ് ഓഹരികൾ കമ്പനി നേരിട്ട് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. സാധാരണയായി റെക്കോർഡ് തീയതി കഴിഞ്ഞ് 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കും. LICയുടെ കാര്യത്തിൽ ജൂൺ 12 മുൻപായി ഇത് സംഭവിക്കും. ഓർക്കേണ്ട മറ്റൊരു കാര്യം, ബോണസ് ഓഹരികൾ ലഭിക്കുന്ന സമയത്ത് നികുതി നൽകേണ്ടതില്ലെങ്കിലും ഭാവിയിൽ ഇവ വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ബാധകമായേക്കാം. LIC ഓഹരികൾ ബോണസ് പ്രഖ്യാപിച്ചതുകൊണ്ട് നിങ്ങൾ ഈ അവസരം മുതലാക്കണോ എന്ന സംശയം ഉണ്ടാകും. LICയുടെ ബോണസ് ഇഷ്യൂവിൽ പങ്കെടുക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപകർക്ക് ഗുണകരമാണ്.
1:1 അനുപാതത്തിൽ ബോണസ് ലഭിക്കുമ്പോൾ കൈവശമുള്ള ഓഹരികളുടെ എണ്ണം ഇരട്ടിയാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇത് ഭാവിയിൽ കമ്പനി ഡിവിഡന്റ് പ്രഖ്യാപിക്കുമ്പോൾ നിക്ഷേപകർക്ക് ലഭിക്കുന്ന ആകെ ലാഭവിഹിതം വർദ്ധിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. ബോണസിന് ശേഷം ഓഹരി വില ഏകദേശം പകുതിയായി കുറയുന്നത് റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ച് കുറഞ്ഞ വിലയിൽ ഓഹരികൾ വാങ്ങാൻ അവസരമൊരുക്കുകയും വിപണിയിൽ ഓഹരിയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ശേഷമുള്ള കമ്പനിയുടെ ആദ്യ ബോണസ് ഇഷ്യൂ ആയതിനാൽ ഇത് കമ്പനിയുടെ സാമ്പത്തിക ഭദ്രതയും ഭാവി വളർച്ചയിലുള്ള ആത്മവിശ്വാസത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ബോണസ് ഇഷ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നിക്ഷേപകർ ചില വെല്ലുവിളികളും കണക്കിലെടുക്കണം. ബോണസ് ഓഹരികൾ സൗജന്യമായി ലഭിക്കുമെങ്കിലും ഓഹരി വില വിപണിയിൽ ആനുപാതികമായി കുറയുന്നതിനാൽ ബോണസ് ലഭിക്കുന്ന ദിവസം നിക്ഷേപത്തിന്റെ ആകെ മൂല്യത്തിൽ പെട്ടെന്നുള്ള വർധനവ് ഉണ്ടാകില്ല. കൂടാതെ LIC ഓഹരികൾ കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ വളർച്ച പ്രകടിപ്പിക്കാത്തതും ഈ വർഷം ഏകദേശം 5% ഇടിവ് നേരിട്ടതും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടതാണ്. വിപണിയിലെ പൊതുവായ തളർച്ച ഓഹരി വിലയെ ഇനിയും ബാധിച്ചേക്കാമെന്നതിനാൽ ബോണസ് ഇഷ്യൂവിലൂടെ യഥാർത്ഥ ലാഭം നേടണമെങ്കിൽ ഓഹരികൾ ദീർഘകാലം കൈവശം വെക്കേണ്ടി വരും. LICയിൽ നിക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ച തീരുമാനം നിങ്ങളുടെ നിക്ഷേപ ശൈലിയെ ആശ്രയിച്ചിരിക്കും. നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ LIC പോലെ ശക്തമായ അടിത്തറയുള്ള ഒരു കമ്പനിയിൽ ഓഹരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഡിവിഡന്റ് വരുമാനം ലക്ഷ്യമിടുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. എന്നാൽ ഹ്രസ്വകാല ലാഭം ലക്ഷ്യമിടുന്നവർക്ക് ബോണസ് പ്രഖ്യാപനം കൊണ്ട് മാത്രം ഓഹരി വില പെട്ടെന്ന് കുതിച്ചുയരണമെന്നില്ലാത്തതിനാൽ ചെറിയ കാലയളവിലേക്കുള്ള നിക്ഷേപം ലാഭകരമാകണമെന്നില്ല. ചുരുക്കത്തിൽ കമ്പനിയുടെ ദീർഘകാല വളർച്ചയിൽ വിശ്വാസമുണ്ടെങ്കിൽ ബോണസ് ഇഷ്യൂവിൽ പങ്കെടുക്കുന്നത് ഗുണകരമാണ്. എങ്കിലും നിക്ഷേപിക്കുന്നതിന് മുൻപ് സ്വന്തം നിലയിലുള്ള റിസ്ക് പരിശോധിക്കാനും ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടാനും പ്രത്യേകം ശ്രദ്ധിക്കുക.